കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2021 UDF നിന്ന് അകന്നുപോയ ഉത്തര കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടും മധ്യ കേരളത്തിലെയും അതുപോലെ തിരുവിതാംകൂറിന്റെ തെക്കേറ്റത്തെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടും എങ്ങോട്ട് മാറും എന്നുള്ളതാണ്. 2021 പ്രത്യേക സാഹചര്യമായിരുന്നു. CAA വിവാദമൊക്കെ വന്നു. അന്ന് കേരളം അതിനെ കോവിഡിനെ നേരിട്ട പോലെ CAA നേരിടും എന്നുള്ള വലിയ സംഗതികൾ വന്നു. ന്യൂനപക്ഷത്തിന്റെ വലിയൊരു ഷിഫ്റ്റ്, പ്രത്യേകിച്ചും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷം രണ്ടിന്റെയും ഷിഫ്റ്റ് LDF അനുകൂലമായി ഉണ്ടായിരുന്നു. അതതിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും. റിസൾട്ടിൽ കാണാൻ കഴിയുന്നു മാത്രമല്ല, ഇപ്പോൾ കോഴിക്കോട് ജില്ല ഏതാണ്ട് പൂർണ്ണമായും 2 സീറ്റ് ഒഴിച്ച്, മലപ്പുറം ജില്ലയിൽ പോലും 4 സീറ്റ്, കണ്ണൂർ ജില്ലയിലും ഒരുപാട് 2 സീറ്റ് ഒഴിച്ച് ബാക്കി സീറ്റുകൾ ഒക്കെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല ഏതാണ്ട് സമ്പൂർണ്ണമായി 1 സീറ്റ് ഒഴിച്ചു. ഇടുക്കി 1 സീറ്റ്, പത്തനംതിട്ടയിൽ 1 സീറ്റ് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. കോട്ടയത്ത് 4 സീറ്റ് അപ്പോഴും ഉണ്ടായി. അത്രയായിരുന്നല്ലോ കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ അതിൽ ഷിഫ്റ്റ് ഉണ്ടോ? ഷിഫ്റ്റ് ഉണ്ട് എന്നത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എന്താ കാര്യം? സർവേകൾ മാത്രമല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ, എന്തൊക്കെ സർവേകൾക്ക് ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സർവേകളും പറയുന്ന ഒരു കാര്യം, LDFന്റെ സീറ്റുകൾ വടക്കൻ കേരളത്തിൽ കാര്യമായി കുറയും എന്ന് തന്നെയാണ്. ഒരു സർവേയും മറിച്ച് പറഞ്ഞിട്ടില്ല. വടക്കൻ കേരളത്തിൽ വളരെ കൃത്യമായി LDFന്റെ പല സിറ്റിംഗ് സീറ്റുകളും അവർക്ക് നഷ്ടപ്പെടും. മലപ്പുറം ജില്ലയിൽ 4 സീറ്റിൽ നിന്ന് മിക്കവാറും 1 സീറ്റിലേക്കോ ചിലപ്പോൾ 0 സീറ്റിലേക്കോ വരെ പോയേക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് അവിടെ വളരെ ക്ലിയർ ആണ്. കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ പല മണ്ഡലത്തിലും കാത്തിരിക്കുന്നു. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ പൂർണ്ണമായില്ലെങ്കിലും ചില മണ്ഡലങ്ങളിൽ, എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും LDFന് കിട്ടില്ല. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ വലിയ തോതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് UDFന് അനുകൂലമായി മാറിയിട്ടുണ്ട്, കോട്ടയം ജില്ലയിലൊക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്ന 2 ഘടകങ്ങൾ. ഇതിനെതിരായി ഈ വോട്ട് ഭിന്നിപ്പിക്കുക എന്നും ഒക്കെ എടുക്കുക എന്നതിനെതിരായി വലിയ പ്രചരണം, അതിപ്പോ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ചെയ്തൊരു കാര്യം, LDF പ്രയോഗിച്ചൊരു വജ്രായുധമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി. ജമാഅത്ത് ഇസ്ലാമി അല്ല, വെൽഫെയർ പാർട്ടിയാണ്. ആ വാദം എത്രത്തോളം നിലനിൽക്കും എന്നത് അല്പം ചരിത്രബോധമുള്ള ഓർമ്മയുള്ള മലയാളിക്ക് അറിയാം. കാരണം 1977 മുതൽ 2014 വരെ ഏതാണ്ട് 37 കൊല്ലം ആ വോട്ട് എപ്പോഴും കിട്ടിയിരുന്നത് ഇടതുപക്ഷത്തിനാണ്. അപൂർവം ചില ഘട്ടത്തിൽ മാത്രമാണ് വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥി, അവര് സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാണ് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ 2014 വരെ സ്വീകാര്യമായിരുന്ന വെൽഫെയർ പാർട്ടി, അന്ന് വെൽഫെയർ പാർട്ടി പോലും ഇല്ല, വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമി വോട്ടുകൾ വളരെ പെട്ടെന്ന് വെൽഫെയർ പാർട്ടിയായി മാറുമ്പോൾ അത് മൗദൂദിയാണ്, അത് മതരാഷ്ട്രവാദമാണ് തുടങ്ങിയ ഒരുപാട് വാദങ്ങൾ അവിടെ ഉയർത്തുകയാണ്. ഇത് കൃത്യമായും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയല്ല. ജമാഅത്ത് ഇസ്ലാമി ലീഗിനെ നയിക്കുന്നു, ലീഗ് കോൺഗ്രസിനെ നയിക്കുന്നു. ഇനിയിപ്പോ മുസ്ലിങ്ങളുടെ വലിയ കടന്നുകയറ്റം ഇവിടെ ഉണ്ടാവും, ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ കടന്നുകയറ്റം ഉണ്ടാവും എന്ന രൂപത്തിലുള്ള വ്യാപകമായ പ്രചരണം LDF കഴിഞ്ഞ കുറച്ച് കാലമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അതെവിടെ ഇതുവരെ ഏശിയിട്ടില്ല. കാരണം സാധാരണ മനുഷ്യർക്കറിയാം, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി കേരളത്തിൽ വളരെ ചെറിയൊരു പാർട്ടിയാണ്. അവരുടെ സ്വാധീനം എത്ര ഉണ്ടാവും എന്നുള്ളതും അറിയാം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ സ്ഥിതി എന്താ? അതിനേക്കാളൊക്കെ വളരെ അപകടകരമെന്ന് ഇവർക്കൊക്കെ അറിയാവുന്ന SDPI ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്നു. ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടില്ല വോട്ട്, ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല, വേണമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പോ ശിവൻകുട്ടി, നേമത്ത് ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ആരുടെ വോട്ട് മേടിക്കും. മുമ്പ് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു കാലം CPMന് ഉണ്ടായിരുന്നു. ഇന്ന് SDPIയുടെ വോട്ട് വേണ്ടാന്നോ RSSന്റെ വോട്ട് വേണ്ടാന്നോ തുറന്നു പറയാൻ CPMനോ LDFനോ കഴിയാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതിന് സാഹചര്യങ്ങളുണ്ട്. അവരുടെ ദൗർബല്യം, അവർ
അപ്പൊ SDP വോട്ട് ഇപ്പോൾ ഒരു 90 മണ്ഡലങ്ങളിലെങ്കിലും ഇവർക്ക് കിട്ടാൻ പോവുകയാണ്. മാത്രമല്ല SDP മത്സരിക്കുന്നത് LDFനെ ജയിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലാണ് എന്നതും വളരെ രസകരമായ കാര്യമാണ്. LDF UDF മത്സരം വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് ഇവർക്ക് ജയിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക. അതിപ്പോ തലശ്ശേരി, അതിൽ ഏറ്റവും തമാശയുള്ള 2 സീറ്റ്, ഒന്ന് തലശ്ശേരിയാണ്. തലശ്ശേരി ഫസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളരെ ഒരു എന്താ പറയുക പച്ചയ്ക്ക് കൊന്നു കളഞ്ഞ, വിചാരണ ചെയ്ത് കൊന്നുകളഞ്ഞ ഒരു അതിൽ പ്രതിയായ, ഒരുപാട് കാലം കണ്ണൂർ ജില്ലയിൽ പോലും പ്രവേശിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞ കാരായി രാജനെ തലശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. കാരായി രാജന് പിന്തുണ കൊടുക്കാൻ SDP ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാരായി രാജനെ ജയിപ്പിക്കാൻ എന്ത് ചെയ്തു? മുസ്ലിം വോട്ട് ഇപ്പുറത്ത്. എന്നാ കാരായി രാജനെതിരായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യല്ലേ വേണ്ടേ? അല്ല, അതല്ല ഇത്. അവർ SDP സ്ഥാനാർത്ഥി നിർത്തുന്നു. അതിന്റെ അർത്ഥം എന്താ? കാരായി രാജന്റെ ഹിംസാത്മക രാഷ്ട്രീയത്തിനെതിരായി UDF ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം കാരായി രാജനെ പോലും ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ, അയാളുടെ ഭൂരിപക്ഷം കൂട്ടാൻ പറ്റുന്ന തരത്തിൽ SDP സ്ഥാനാർത്ഥി നിർത്തി. അവിടെ കൊണ്ടും തീർന്നില്ല. ഇന്ന് ഒരു വാർത്തയുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിന് മുമ്പിൽ വലിയൊരു ചുമന്ന ബോർഡ് വന്നിരിക്കുന്നു. അവിടെ സാധാരണ SFI വലിയ വലിയ ബോർഡുകൾ വെക്കും. ഒരു ബാനർ കെട്ടിയിരിക്കുന്നു. ആ ബാനറിൽ പറയുന്നത് എന്താ? അഭിമന്യുവിന്റെ ഘാതകരുമായി ഒരു സഖ്യവും ഈ പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല. അഭിമന്യുവിന്റെ ഘാതകർ SDPI അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് ഇക്കാലം അത്രയും പ്രസംഗിച്ചു കൊണ്ടിരുന്നവരാണ് SFIയും DYFIയും ഇവരൊക്കെ. അഭിമന്യുവിന്റെ ഘാതകർ ഇവരാണ്. അവരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, അവരുടെ പിന്തുണ വാങ്ങാൻ പാടില്ല, അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അഭിമന്യുവിന് ഈ പറഞ്ഞതുമായി അഭിമന്യുവിന്റെ വധവുമായി ബന്ധപ്പെട്ട് കുറെ കാലം പ്രതിയെ പിടിക്കാതിരുന്നു. അതിൽ ചില കളികളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ അത് സ്വീകരിക്കാം എന്ന് എല്ലാവരും, പിണറായി വിജയൻ അതിന് ചോദിച്ചാൽ മിണ്ടില്ല, MV ഗോവിന്ദൻ അവർ വോട്ട് തന്നാൽ എന്താ കുഴപ്പം, ശിവൻകുട്ടിക്ക് അവരുടെ വോട്ട് വേണം, മറ്റു പലർക്കും വേണം, LDFന് അവർ വോട്ട് ചെയ്താൽ എന്താ കുഴപ്പം? നിങ്ങൾ വെൽഫെയർ പാർട്ടിയും SDP തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. വെൽഫെയർ പാർട്ടിക്കാർ ആരെങ്കിലും ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികളായിട്ടുണ്ടോ? SDP അങ്ങനെയാണോ? അത് മാഷ്ട കൈവെട്ടുന്ന കാര്യമായാലും ഈ CPM-കാരെ തന്നെ കൊല്ലുന്ന കാര്യത്തിൽ, അഭിമന്യുടക്കമുള്ള വധം നടക്കുന്ന കാര്യത്തിൽ, അതുപോലെ പലരെയും RSS-കാരെയും CPM-കാരെയും ഒക്കെ കൊന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരിക്കലും അവർക്ക് അനുവദിക്കാത്ത ഫ്രീഡം പരേഡ് ആലപ്പുഴ നഗരത്തിൽ അനുവദിച്ചു. അതിലാണ് നമ്മൾ പറഞ്ഞ് അവലും മലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്ന് മുദ്രാവാക്യം വിളിച്ചു പോയവരാണ് SDP. ആ മുദ്രാവാക്യം വിളിച്ച ആളുകളെ ഞങ്ങൾ കൂടെ കൂട്ടുന്നു. അതിൽ ഏറ്റവും തമാശ AK ബാലന് മുതൽ MA ബേബി വരെ പറഞ്ഞ അഭിപ്രായമാണ്. മോശപ്പെട്ട ആളുകൾക്ക് ഒരു നന്നാവ് അവസരം കൊടുക്കണല്ലോ. SDP വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു നേതാവിനും കഴിയുന്നില്ല. ആണെന്ന് പറയുന്നില്ല, അല്ല എന്ന് പറയുന്നില്ല, വോട്ട് വേണ്ടാന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയെ പിന്താങ്ങുന്ന വെൽഫെയർ പാർട്ടി എന്തോ വലിയ കുഴപ്പമാണ്, അവർ മുസ്ലിം വർഗീയവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് കൃത്യമായും ഹിംസാത്മക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന SDPI ഇപ്പോൾ കൂടെ കൂട്ടാവുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് നാറിയവനെയും ഞങ്ങൾ കൂട്ടും എന്ന് പറയാണ്. തീർന്നില്ല, PDP ഒരിക്കൽ PDPയുമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് പാർട്ടിക്ക് വലിയ തോതിൽ കേരളത്തിൽ CPM-ന് വോട്ട് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്യുതാനന്ദനെ കണ്ടാൽ എണീക്കാത്ത പിണറായി വിജയൻ മദനിയെ കണ്ട എണീറ്റ് തൊഴുത് സ്വീകരിച്ചു കൊണ്ടുപോയ കഥയൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയാണ്. മദനി പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു. മദനി പറഞ്ഞ സ്ഥാനാർത്ഥി CPI ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അത് കളഞ്ഞ് അവർക്ക് പിന്നെ ഒട്ടും ജയിക്കാത്ത വയനാട് കൊടുത്തു. പൊന്നാനി ഏറ്റെടുത്ത് ഹുസൈൻ രണ്ടത്താണിക്ക് കൊടുത്തു. എന്താ സംഭവിച്ചത്? വലിയ തോതിൽ മദനിയും PDP എന്താണ്? ഞാൻ മദനിയുടെ മനുഷ്യാവകാശങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷം പടർത്തി പ്രസംഗിച്ചിട്ടുള്ള ആൾ മദനിയാണ്. ഇപ്പൊ എന്താ? PDPയുടെ പിന്തുണയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ ബോർഡ് വെച്ചേക്കുക.
എന്റെ പ്രശ്നം അതല്ല. ഒരു മദനി പിന്തുണ കൊടുക്കട്ടെ, ഒരു പാർട്ടിക്ക് ആരെ പിന്തുണയ്ക്കുക, അതൊക്കെ വേറെ കാര്യം. പക്ഷേ വെൽഫെയർ പാർട്ടിയെ ചൂണ്ടിക്കാട്ടി ഇത്ര ഘോരമായി പ്രസംഗിച്ച ആളുകൾ ഇപ്പോൾ SDP കുറിച്ച് മിണ്ടുന്നില്ല. വെൽഫെയർ പാർട്ടിയെ കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും ഈ MA ബേബി തന്നെ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അങ്ങനെയുള്ള കഠിനമായ വിമർശനം ഇല്ല. കാരണം എന്താ, ജമാഅത്തെ ഇസ്ലാമി ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ വരുന്ന പാർട്ടിയാണ്. അവരുമായി ഒന്നിച്ച് വേദി പങ്കിടുന്നവരാണ് ബേബി അടക്കമുള്ള ആളുകൾ. ഇവർ തന്നെ പലവട്ടം പങ്കിട്ടിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു തന്ത്രം കൂടി പാളുന്നു എന്നതാണ്. ജമാഅത്ത് വിരോധം ഇനി വർത്തമാനം പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞ് മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് ക്രിസ്ത്യൻ വോട്ട് എടുക്കാനും കഴിയില്ല. കാരണം ജോസഫ് മാഷ്ട കൈവെട്ടിയോന്റെ വോട്ട് വാങ്ങി ജയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും മതേതരവാദിക്ക്, ക്രിസ്ത്യാനിയൊന്നും ആവണ്ട, അവരുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന്. അഭിമന്യുവിനെ കൊന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായും അത് വേറെ വലിയ ചോദ്യങ്ങൾക്ക് വരും. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കാണേണ്ട കാര്യമാണ്.